നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. കമ്പനി ബോർഡ് LGS ബെബ്കോ LD പ്രിലിംസ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിന് രണ്ടിന്റെയും പ്രിലിംസിന്റെ തീയതികൾ, അതായത് ഏത് സമയത്താണ് എക്സാം നടക്കുക എന്നുള്ളതും PSC പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും വളരെ കുറച്ച് സമയം നമ്മുടെ മുന്നിൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളൂ. അതായത് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ എന്താണ് നമുക്ക് സിലബസിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യാനായിട്ട് പോകുന്ന, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്ന ആ 50 ടോപ്പിക്കുകൾ മക്കളെ നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾ റാങ്കിലേക്ക് എത്തിക്കാൻ പോകുന്ന ആ 50 കിക്കിഡിലൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ഈ സെഷനിൽ ഒന്ന് പരിശോധിക്കാം. ഈ ടോപ്പിക്കുകൾ ആദ്യം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് മോക്ക് ടെസ്റ്റ് എഴുതുകയാണെങ്കിലും, ഏത് മാതൃകാ ചോദ്യങ്ങൾ ചെയ്താലും, ഏത് പരീക്ഷകൾ ചെയ്താലും ഒരു മിനിമം മാർക്ക് നിങ്ങൾ നേടിയിരിക്കും. അത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് ബൂസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യും, സഹായിക്കും. അതുകൊണ്ട് ആ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോണം. ആ ഓരോ ടോപ്പിക്കുകൾ ഓരോന്നായിട്ട് എന്ത് ചെയ്തോണം, അങ്ങ് പഠിച്ചു മാറ്റിക്കോണം, പലതവണ റിവൈസ് ചെയ്തോണം. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് മക്കളെ ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക വിഷയങ്ങളാണ്. അതായത് നിരന്തരമായി നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സിലൂടെയോ മന്ത്ലി കറണ്ട് അഫയേഴ്സിലൂടെയോ ഒക്കെ പഠിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ കാര്യങ്ങൾ എന്ത് ചെയ്തേക്കാം, പഠിച്ചു മാറ്റിയേക്കാം. 10 ചോദ്യങ്ങൾ എങ്കിലും കറണ്ട് അഫെയറിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് ആ കറണ്ട് അഫെയർ എന്ന് പറയുന്ന ഭാഗം അങ്ങ് സെറ്റാക്കിക്കോണം. അടുത്ത നോക്കിയേ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ. ഉദാഹരണമായിട്ട് ഇന്ത്യയുടെ അതിർത്തി ഏതാണ്, അതിരുകൾ ഏതാണ്, നമ്മുടെ ഊർജ്ജ മേഖലയെ പറ്റിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്തരത്തിൽ ബേസിക് ആയിട്ട് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു മാറ്റണം. അതിനുശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില സംഭവ വികാസങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരം ആയിക്കോട്ടെ, ചമ്പാരൻ സത്യാഗ്രഹമായിക്കോട്ടെ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ആയിക്കോട്ടെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുണ്ട്. ആ സംഭവങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ സാമൂഹികവും സാംസ്കാരികപരവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. മറ്റൊന്ന് ദേശീയ പ്രസ്ഥാനങ്ങളാണ്. ഇന്ത്യയിൽ ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങളിലെ ബ്രഹ്മസമാജം പോലെ, ശ്രീകൃഷ്ണ മിഷൻ പോലെ ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങളുണ്ട്. ദേശീയ പ്രസ്ഥാനങ്ങളെ നേതൃത്വം നയിച്ച വ്യക്തികളുണ്ട്. അവരെ പറ്റി കൃത്യമായിട്ട് പഠിക്കാം. ഇനി നോക്കിയാൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ മറ്റൊരു വളരെ കിടിലൻ ടോപ്പിക്കാണ്. പൗരന്റെ അവകാശങ്ങൾ, കടമകൾ. ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ഭാഗത്ത് നിന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാതെ പഠിച്ചോണം. അതേപോലെ തന്നെ വരുന്നതാണ് ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം. ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ടോപ്പിക്ക്. വളരെ കുറച്ച് പഠിച്ചാൽ മതി, പക്ഷെ ഒരു മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ മാർക്ക് എന്ത് ചെയ്തേക്കാം, വന്നേക്കാം. അടുത്ത് നോക്കിയേ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഇതിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ എന്ത് ചെയ്തേക്കാം, വന്നേക്കാം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എന്ത് ചെയ്തേക്കണം മക്കളെ, നമ്മളങ്ങ് പഠിച്ചു മാറ്റിയേക്കണം. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, കേരളത്തിൽ എത്ര ജില്ലകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, നമ്മുടെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേരളത്തിൽ ഏറ്റവും വലുത്, ചെറുത്, ആദ്യത്തേത്, അവസാനത്തേത്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ ബേസിക്സ് എല്ലാം പഠിച്ചു മാറ്റുക. നദികൾ, കായലുകൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. വൈദ്യുത പദ്ധതികൾ, ഇപ്പോൾ സ്ഥിരമായിട്ട് വൈദ്യുത പദ്ധതികളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, പഠിച്ചു മാറ്റിയേക്കണം. വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും. 15ാമത്തെ ടോപ്പിക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ മുന്നേറ്റങ്ങൾ. അതായത് ഈ ദണ്ഡി യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ സംഭവ വികാസങ്ങളുണ്ട്. അപ്പൊ ആ ടോപ്പിക്കുകൾ കൃത്യമായിട്ട് നോക്കാം. അടുത്ത 16ാമത്തെ ടോപ്പിക് എന്താ മക്കളെ, 16 സാഹിത്യ, സിനിമ, കായിക മേഖലയിലെ പുരസ്കാരങ്ങൾ. മക്കളെ വളരെ ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ചോദ്യങ്ങൾ ഇവിടുന്ന് കണ്ടേക്കാം. സാഹിത്യ മേഖലയിലെ പുരസ്കാരങ്ങൾ, അല്ലെ, സാഹിത്യ അവാർഡുകൾ നമ്മൾ പഠിക്കാറുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരം ആരാണ്, അതേപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ വളരെ ഇമ്പോർട്ടൻറ്റ്. സിനിമാ മേഖല, ദേശീയ സിനിമാ പുരസ്കാരങ്ങൾ, സംസ്ഥാന സിനിമാ പുരസ്കാരങ്ങൾ, അല്ലെ, അതേപോലെ തന്നെ വിവിധ എക്സിബിഷനുകളുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ. ഇപ്പൊ IFFK നടന്നു, അതുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങൾ നിരന്തരമായിട്ട് വരുന്നതാണ്. കായിക മേഖലയിലെ വിവിധ പുരസ്കാരങ്ങൾ, അതിൽ കേരളവും കേന്ദ്രവും ലോകവും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. നിരന്തരം ചോദ്യമാണ്. കേരള ഇന്ത്യ നിയമനങ്ങൾ, പുതിയതായി നടന്നിട്ടുള്ള ഒരുപാട് നിയമനങ്ങളുണ്ട്. കേരള ചീഫ് ജസ്റ്റിസ് മാറിയിട്ടുണ്ട്, കേന്ദ്രത്തിൽ മാറിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ, കണ്ടോ, സംസ്ഥാന കേന്ദ്ര മന്ത്രിസഭകൾ നിരന്തരം ചോദ്യമാണ്. കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇതൊന്നും എന്ത് ചെയ്യരുത്, ഒഴിവാക്കി നിങ്ങൾ പോവരുത്. ഇതൊന്നും ഒഴിവാക്കാൻ പാടില്ലാത്ത ടോപ്പിക്കുകളാണ്. അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്. ഇവരുടെ കയ്യിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകളിൽ കിട്ടിയിട്ടില്ലേ. ഇവരുടെ കൃതികളുമായി ബന്ധപ്പെട്ട, ഇവർ കൊണ്ടുവന്ന സ്ഥാപിച്ച പ്രധാനപ്പെട്ട സംഘടനകളുമായി ബന്ധപ്പെട്ട, അതിൻ്റെ വർഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എത്രയോ തവണ റിപ്പീറ്റാണ്. ഇവിടുന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ കൂടി നിങ്ങൾ പ്രതീക്ഷിച്ചോണം. അപ്പോൾ ആ രീതിയിൽ വേണം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ, ഈ ടോപ്പിക്കുകൾ പഠിച്ചു മാറ്റാനായിട്ട്. അടുത്ത നോക്കിയേ, കുമാര ഗുരുദേവൻ, മന്നത്തു പത്മനാഭനൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. സയൻസിലേക്ക് വന്നാൽ ഏതാ മക്കളെ, ജീവകങ്ങൾ, അപര്യാപ്തതാ രോഗങ്ങൾ.
1 മാർക്ക് ഉറപ്പിച്ചോ. രോഗങ്ങൾ, രോഗകാരികൾ 1 മാർക്ക് ഉറപ്പിച്ചോ. അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഈ പദ്ധതികൾ ഒരുപാട് ചോദിക്കുന്നതാണ് അല്ലെ. നിരാമയമെന്നും മറ്റേ മൃതസഞ്ജീവനി എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനില്ലേ. ആറ്റത്തിന്റെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അയിരുകളും ധാതുക്കളും, അതേപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ വളരെ കുറച്ച് പഠിച്ചാൽ മതി, 1 മാർക്ക് ഉറപ്പാണ്. പ്രവൃത്തിയും ഊർജവും, ചലനങ്ങളും ബലങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ. ശബ്ദവും പ്രകാശവും, ഇതൊക്കെ സയൻസിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. 37 ടോപ്പിക്ക് നമ്മൾ കണ്ടു. ഈ 37 ടോപ്പിക്കിൽ ഒരു ടോപ്പിക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല, ഒഴിച്ചു മാറ്റി വെക്കാനായിട്ട് പറ്റത്തില്ല. ഇത്രയും പഠിച്ചു പോയാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. മാത്സിലേക്ക് വന്നു. സംഖ്യകൾ, അടിസ്ഥാന ക്രിയകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലസാഗു, ഉസാഗ വളരെ പ്രധാനപ്പെട്ടത്. ഭിന്നസംഖ്യകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദശാംശ സംഖ്യകൾ വളരെ പ്രധാനപ്പെട്ടതാ. വർഗവും വർഗമൂലവും ഇമ്പോർട്ടൻ്റ് ആണ്. ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും, ഇതൊക്കെ എന്താ മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക്കുകൾ ഒന്നും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാണ്ട് അങ്ങ് പഠിച്ചു മാറ്റിക്കോണം. അടുത്ത നോക്കിയ 46 ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണയം, അങ്ങനെ 50 ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ കടന്നു വന്നു. ഈ 50 ടോപ്പിക്കുകളിൽ ഒരു ടോപ്പിക്കെങ്കിലും നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമോ? ഇല്ല മക്കളെ, ഒരു ടോപ്പിക്ക് നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. നിങ്ങൾ കമ്പനി ബോർഡ് LGS ബെവ്കോ LD പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകുന്ന, റിപ്പീറ്റ് ആയിട്ട് വരാൻ പോകുന്ന ആ ക്വസ്റ്റ്യനുകൾ ഏത് ടോപ്പിക്കിൽ നിന്നാണെന്ന് ചോദിച്ചാൽ ഈ 50 ടോപ്പിക്കിൽ നിന്നായിരിക്കും. ട്രസ്റ്റ് മീ, 50 ടോപ്പിക്കും പഠിച്ചോടാ. 50 ടോപ്പിക്കും അടിപൊളിയായിട്ട് പഠിച്ചോ. വരുന്ന പരീക്ഷകളിൽ, മോക്ക് എക്സാമുകളിലൊക്കെ നിങ്ങൾ തന്നെ നിങ്ങളെ മാർക്ക് കണ്ട് ഞെട്ടും. അതുകൊണ്ട് ഈ 50 ടോപ്പിക്ക് ഒരിക്കലും എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യരുത് മക്കൾ. ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ എല്ലാം കൂടി വെച്ചുകൊണ്ട് വളരെ സ്ട്രക്ചേർഡായി കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോടെ, കൃത്യമായിട്ടുള്ള നിങ്ങളുടെ 1 മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താത്ത രീതിയിലുള്ള ക്ലാസ്സുകളിലൂടെ, ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ലൈവ് സെഷനുകളിലൂടെ, ഏറ്റവും മികച്ച ടോപ്പിക്കുകളുടെ അധ്യാപകരിലൂടെ, ഏറ്റവും കൃത്യമായിട്ട് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന A4 സൈസിൽ, സ്ലൈഡ് അല്ല, A4 സൈസിലുള്ള നോട്ടുകളിലൂടെ, അതിലെ കൃത്യമായി എല്ലാ ദിവസവും എക്സാമുകളിലൂടെ, വീക്ക്ലി എക്സാമുകളിലൂടെ, അടിപൊളിയായിട്ടുള്ളൊരു മെന്റർ സപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ, ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ മക്കളെ സൂപ്പർ നോട്ട്സിന്റെ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. ട്രയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോ. ട്രയ ബാച്ച് നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മക്കളെ. അതായത് മൺഡേ, നാളെ വൈകുന്നേരം, മൺഡേ 5-ാം തീയതി വൈകുന്നേരം കൃത്യം 5 മണിക്ക് ഓറിയന്റേഷൻ സെഷനോട് കൂടി ബാച്ച് ആരംഭിക്കുകയാണ്. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും നല്ല അവസരമാണ്. ബാച്ച് തുടങ്ങിയതിന് ശേഷം ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ, തുടങ്ങിയതിന് ശേഷം ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ മുന്നോട്ട് പോകും. ഇപ്പോഴാണ് ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോടാം. നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാനായിട്ടുള്ള അവസരമാണ്. കമ്പനി ബോർഡ് LGS, VFA, ബെവ്കോ LD പരീക്ഷയ്ക്കൊക്കെ ഈ ഒരൊറ്റ ബാച്ചിൽ നിന്ന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രിലിംസും മെയിൻസും എല്ലാം ഈ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. ഒരുപാട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഇപ്പോഴെങ്കിലും പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സക്സസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും മക്കളെ. നിങ്ങളുടെ സമയം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഈ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണ് എങ്കിൽ 8281223366 എന്ന നമ്പറിലോട്ട് വിളിച്ചോടാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അടിപൊളിയായിട്ട് പഠിച്ചോ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ട്രയ ബാച്ചിലൂടെ നിങ്ങൾ എല്ലാവരും സർക്കാർ ജോലി എന്ന സ്വപ്നത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കും, ഒരു സംശയമില്ല. നമുക്ക് നാളെ വൈകിട്ട് 5 മണിക്ക് ഓറിയന്റേഷൻ സെഷനിൽ കാണാം.